നേമത്ത് വി ശിവൻകുട്ടി വാടി വീണപ്പോഴാണ് കേരള നിയമസഭയിൽ ആദ്യമായി താമര വിരിഞ്ഞത്. 2016 ഒ രാജഗോപാലിലൂടെ കോൺഗ്രസ് വോട്ടെല്ലാം BJPക്ക് മറിച്ചു എന്നായിരുന്നു അന്നത്തെ CPM-ന്റെ ആക്ഷേപം. 2021 കെ മുരളീധരൻ എന്ന കരുത്തൻ കളത്തിലിറങ്ങിയപ്പോൾ BJP-യിലെ കുമ്മനം വീണു. വി ശിവൻകുട്ടി വിജയിച്ച വിദ്യാഭ്യാസ മന്ത്രിയുമായി. ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യ ജയം BJP പ്രതീക്ഷിക്കുന്ന നേമത്ത് അന്തരീക്ഷത്തിന് കൂടുതൽ ചൂട് പകരുകയാണ്. LDF-നുള്ള SDP-യുടെ പിന്തുണ. SDP സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫ് തന്നെ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വി ശിവൻകുട്ടിക്ക്. SDP വോട്ട് വേണ്ടെന്ന് മുഖ്യമന്ത്രി പറയാതിരുന്നതിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് CPI ലത്തീഫിന്റെ ഇന്നത്തെ പ്രതികരണം. എടുത്ത സ്ട്രാറ്റജി ശരിയാണെന്ന് വന്നു. ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ശിവൻകുട്ടി ജയിച്ചു, തൊട്ടടുത്ത് BJP ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ BJPയെ തോൽപ്പിക്കണമെന്ന് UDF-നൊക്കെ താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അന്ന് അവരവിടെ നിലപാടെടുത്തിട്ടില്ല. അങ്ങനെ BJP-യും CPM-ഉമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നതെങ്കിൽ ഞങ്ങൾ CPM-നെ തന്നെ പിന്തുണക്കുക. മുഖ്യമന്ത്രി ഞങ്ങളുടെ വോട്ട് സ്വീകരിക്കുന്ന തടസ്സമില്ല എന്ന് പറയുന്നുവെങ്കിൽ അത് സ്വാഗതാർഹമാണ്. ഒരു വർഗീയ കക്ഷിയാണ്, അവർ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള വൈമനസ്യം കൊണ്ടാണല്ലോ അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നത്. അത് നമുക്ക് പോസിറ്റീവായി കാണാം. വർഗീയ വോട്ടൊന്നും വേണ്ടെന്നായിരുന്നു LDF-ന്റെ പ്രത്യേകിച്ച് CPM-ന്റെ നിലപാട്. പക്ഷേ നേമത്ത് പിന്തുണ വേണ്ടെന്ന് പറയുന്നില്ല വി ശിവൻകുട്ടി. തെരഞ്ഞെടുപ്പിൽ എല്ലാവരുടെയും പിന്തുണ വേണം, ആരുടെയും വോട്ട് വേണ്ട എന്ന് വയ്ക്കാൻ കഴിയില്ല എന്ന സൂക്ഷ്മതയുള്ള പ്രതികരണമാണ് ഇന്ന് വന്നത്. തെരഞ്ഞെടുപ്പ് സമയമല്ലേ, തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ നമുക്ക് വോട്ട് അഭ്യർത്ഥിക്കുകയാണല്ലോ എല്ലാവരോടും. വോട്ട് ചോദിക്കുമ്പോൾ വോട്ട് ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇന്ന ആൾക്കാരുടെ വോട്ട് വേണ്ടെന്നൊക്കെ എഴുതാൻ പറ്റില്ലല്ലോ. നമ്മൾ മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിട്ട് മത്സരിക്കുന്നു. അതിന് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ആര് തയ്യാറായാലും അവരുടെ വോട്ട് സന്തോഷം സ്വീകരിക്കും. ആര് വോട്ട് സഹായിക്കാൻ വന്നാലും ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടിനനുസരിച്ച് വോട്ട് ചെയ്യാൻ തയ്യാറുള്ളവരെന്ന് എല്ലാവരെയും വോട്ട് വാങ്ങുക തന്നെ ചെയ്യും, അല്ലാതെ വേണ്ടെന്ന് പറയുന്നില്ല. SDP പിന്തുണയിൽ ഇന്നും ഉരുണ്ട് കളിക്കുകയാണ് പിണറായി വിജയൻ. മങ്കടയിലെ സ്ഥാനാർത്ഥി SDP പിൻവലിച്ചല്ലോ എന്ന ഇന്നലത്തെ മാധ്യമങ്ങളുടെ ചോദ്യത്തോടെന്ന പോലെ കൃത്യമായ പ്രതികരണം ഇന്നും ഉണ്ടായില്ല. പക്ഷേ ഒരു വർഗീയ ശക്തിയോടും ബന്ധമില്ല എന്ന് പറഞ്ഞ് ശോഭിക്കുകയും ചെയ്തു. SDP നിലപാട് അവരോട് ചോദിക്കണമെന്ന് കൂടി പറഞ്ഞ മുഖ്യമന്ത്രി പക്ഷേ SDP വോട്ട് സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകുന്നില്ല. നിങ്ങൾ കാണേണ്ടത് ഏത് വർഗീയതയോടും ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. എല്ലാ വർഗീയതയോടും ഒരേ നിലപാടാണ്, എല്ലാ വർഗീയ ശക്തികളോടും ഒരേ നിലപാടാണ്. അത് കൃത്യമായി തിരിച്ചറിയണം. 45 സീറ്റിൽ SDP സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചു, 36 ആ മണ്ഡലങ്ങളിൽ ചിലയിടങ്ങളിൽ SDP പിന്തുണ പ്രഖ്യാപിക്കുമെന്നാണ് കേൾക്കുന്നത്. ആ വോട്ട് വേണ്ട, അവരുടെ ആ കേൾക്കുന്നത് വെച്ചിട്ട് അവരോട് പോയി ചോദിക്കണം. എന്നോട് ചോദിച്ചാൽ മനസ്സിലാവില്ല. എനിക്ക് പറയാത്തത് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു വർഗീയതയുമായി ബന്ധമില്ല. ഞങ്ങൾ എല്ലാ വർഗീയതയും ഒരേപോലെ കാണുക, എല്ലാ വർഗീയതയും ഒരേപോലെ എതിർക്കുക. പിന്നെ ഏതെങ്കിലും ശക്തികളോട് ചോദിക്കാറുണ്ടെങ്കിൽ അവരോട് പോയി ചോദിച്ചോളി. നിങ്ങളെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, എല്ലായിടെയും അത് കാണുന്നുണ്ട്, എല്ലായിടെയും കേൾക്കുന്നുണ്ട്. മലപ്പുറത്തെ മങ്കട നിയമസഭാ മണ്ഡലം ലീഗ് ശക്തി കേന്ദ്രത്തിൽ LDF വിജയത്തിന് അടുത്ത് വരെ എത്തിയ മണ്ഡലമാണ്. ഇക്കുറി സിറ്റിംഗ് MLA മഞ്ഞളാംകുഴി അലിയും ലീഗ് വിമതൻ കുന്നത്ത് മൊയ്തീനും തമ്മിൽ മത്സരിക്കുന്നു. 2016 LDF തോറ്റത് 1500 വോട്ടുകൾക്കാണ്. 2021 തോറ്റത് 6000-ൽ പരം വോട്ടുകൾക്കും. SDP-ക്കുണ്ട് 10000-ഓളം വോട്ടുകൾ. പത്രിക നൽകിയ ശേഷം പക്ഷേ SDP സ്ഥാനാർത്ഥി അഷ്റഫ് പിൻവലിക്കുകയും ചെയ്തു. അവിടെ CPM SDP പരസ്യധാരണ എന്താണ് കോൺഗ്രസ് ശക്തിപ്പെടുത്തുന്ന ഒരു ആരോപണം. മങ്കടയിലും വേങ്ങരയിലും SDP സ്ഥാനാർത്ഥികളെ LDF മത്സരിപ്പിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുന്നു. SDP പിന്തുണയിൽ പിണറായി വിജയൻ മറുപടി പറയണമെന്ന ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ് പ്രതിപക്ഷമൊപ്പം. അഭിമന്യുവിനെ മറന്നുപോയോ എന്ന് ചോദിക്കുന്നു KC വേണുഗോപാൽ. കേരളത്തിൽ SDP CPM തമ്മിൽ പരസ്യധാരണയാണ്. 2 സ്ഥാനാർത്ഥികൾ മങ്കടയിലും പിന്നെ അതോടൊപ്പം തന്നെ വേങ്ങര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ SDP സ്ഥാനാർത്ഥികളായവരാണ് ഇപ്പോൾ CPM സ്ഥാനാർത്ഥികൾ. മാത്രവുമല്ല, കേരളത്തിലുടനീളം SDP PDP തുടങ്ങിയവരുമായിട്ട് ബന്ധമുണ്ടാക്കിയത് ഇവരാണ്. അത് മുഖ്യമന്ത്രിയാ മറുപടി പറയേണ്ടത് അതിനെ കുറിച്ചിട്ട്. ഇവിടെ അഭിമന്യുവിന് സംഭവം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രിയുടെ വർത്തമാനം എന്തായിരുന്നു? ആലപ്പുഴയിൽ കൊലപാതകം ഉണ്ടായപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ SDP-യുടെ പിന്തുണയെക്കുറിച്ച് മുഖ്യമന്ത്രി അഭിപ്രായം പറയട്ടെ. SDP-യുടെ വോട്ട് വേണ്ടെന്ന് പറയുന്നില്ല CPM അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിയും. പിന്തുണ പ്രഖ്യാപിച്ചാൽ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യരുത് എന്ന് പറയാൻ കഴിയില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് CPM ജനറൽ സെക്രട്ടറി. SDP-യുടെ വോട്ട് CPI സംസ്ഥാന സെക്രട്ടറിയും തള്ളുന്നില്ല. പ്രതികരണങ്ങൾ കൂടി. ഈ സംഘടനകളൊന്നുമായി ചർച്ച നടത്തി ഈ സംഘടനകളിൽ നിന്നും സഹായം സ്വീകരിക്കുന്ന ഒരു സമീപനം CPIM-നോ LDF-നോ ഇല്ല. ഇവർ അവരവരുടേതായ കാരണങ്ങളാൽ സ്വയം എന്തെങ്കിലും പ്രഖ്യാപിച്ചാൽ പോളിംഗ് ബൂത്തിൽ ചെന്ന് അവരുടെ പ്രവർത്തകർ
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അവരുടെ കൈ പിടിച്ച് തടസ്സപ്പെടുത്തുന്ന ഒരു പരിപാടി നമുക്ക് സാധ്യമല്ലല്ലോ. അവർക്ക് അവരുടേതായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെന്തെങ്കിലും തീരുമാനമെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് അവരുടെ കാര്യമാണ്. സ്വാഭാവിക ബന്ധുക്കളായിട്ടാണ്, നാച്ചുറൽ അലൈസാണ് അവർ. ആ ബന്ധമുണ്ട് LDF-ന്. ആരെല്ലാമാണോ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മതഭ്രാന്തിന് വളം വയ്ക്കുന്നവർ അവരെല്ലാം മറുഭാഗത്താണ്. അത്തരക്കാർ ഞങ്ങളുടെ കൂടെ ഇല്ല. RSS ഉയർത്തിപ്പിടിക്കുന്ന പോലെയുള്ള തീവ്രവാദം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടനയുടെയും കൂടെ ഞങ്ങളില്ല.